Local legend, local legend, local legend, local legend. ഇത് സ്ഥലം ഗ്രാമത്തിന് പുലിമേലെന്ന് പറയും. പിന്നെ നൂറിനാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ എന്നെ ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നതാണ്. അത്രയാണ് നാടിനെക്കുറിച്ച് പറയാനുള്ളത്. ടൂറിസം മേഖലയിൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നു. ടൂറിസം എന്ന് പറയുമ്പം അതിൻ്റെ വിവിധ ഫാം ടൂറിസം ഉണ്ട്, ഹെൽത്ത് ടൂറിസം ഉണ്ട്, എഡ്യൂക്കേഷണൽ ടൂറിസം ഉണ്ട്, അഗ്രികൾച്ചർ ടൂറിസം ഉണ്ട്. ആ ഫാമിൽ അത് വരുന്നതാണ്. ഹോർട്ടിക്കൾച്ചർ ഉണ്ട്. അതുപോലെ തന്നെ പക്ഷികളെ മൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഉൾപ്പെട്ട ഇതിലൊക്കെ എല്ലാ സംരക്ഷണങ്ങളിലും ഉള്ള ടൂറിസത്തിലേക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് രാധാജി കുറുപ്പെന്നാണ്. ഞാൻ സീനിയർ സിറ്റിസനാണ്. 76 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഞാനൊരു വിധവയുടെയാണ്. പിന്നെ UN-ൻ്റെ വിമൺ എംപവർമെൻറ്റ് അതിലൂടെ സീനിയർ സിറ്റിസൺസ് അവരെ നമ്മൾ നടതള്ളുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അത് വരാതെ അവർക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൽ പറയുന്നുണ്ടല്ലോ, പിന്നെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം തന്നെ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് അതിലൂടെ എന്തൊക്കെ ചെയ്താലും എൻ്റെ നാട്ടിലെന്നുള്ള ഈ സ്ഥലത്തിലുള്ള എല്ലാ വൃദ്ധജനങ്ങളെയും കൈ നീട്ടാതെ, ആരുടെ മുന്നിലായാലും കൈ നീട്ടാതെ നമ്മൾ പുടകയിലുള്ളത് കൊടുത്ത് സന്തോഷത്തോടെ ഇതായിട്ടും സൗഹാർദ്ദമായിട്ടും വയസ്സ് കാലത്ത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ. അതായത് വെളിയിൽ പോകുന്ന എനിക്ക് പിന്നെ ലോകം മുഴുവൻ പോയി കാണണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ പേരെ കൂടെ കൊണ്ടുപോകാനുള്ള ഇതിലേക്ക് ഞാൻ നിൽക്കുന്നു. അതാണ് എൻ്റെ ഒരു വിഷൻ. ചേച്ചി, നമ്മുടെ ഈ സോഷ്യൽ വർക്കുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നോ എന്തെങ്കിലും പ്രോത്സാഹനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അതോ എല്ലാം വളരെ വിചിത്രമായ ഒരു പാത്ത്, അതായത് ആ വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. കാരണം ഞാൻ ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള സകല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ ഇതൊക്കെ എത്രയോ കേട്ടിരിക്കുന്നു. ചേച്ചിക്ക് പിന്നെ ചേച്ചിയുടെ പണി നോക്കുക, ഇതൊന്നും ഇവിടെ നടക്കില്ല, ആരും ഒന്നും സഹായിക്കില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. അത് സീനിയർ സിറ്റിസൺസ് ഒന്നുമില്ല, ആരുമില്ല, കുട്ടികളായാലും. സത്യത്തിൽ എനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ലെന്നാണ് പൊതുവെ ഒരു പറച്ചിലുള്ളത്. പക്ഷെ അതൊന്നും എന്നെ തളർത്തുന്നില്ല. കാരണം അങ്ങനെയല്ല. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അവർ ഇത്രയും നാൾ എല്ലാവരും വന്ന് പ്രസംഗിച്ച് ഇതൊക്കെ പോയി പറഞ്ഞതൊക്കെ നാളെ നടക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ് 10-50 വർഷം, 50 അല്ല 60 വർഷമായിട്ടും നടക്കാത്തത് കൊണ്ടാണ് അവരിത് പറയുന്നത്. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതൊരു ഹർഡിലായിട്ട് എടുക്കാതെ എനിക്കത് ഹർഡിൽ ചാടിക്കടക്കാൻ, ഈ പ്രായത്തിൽ ചാടിക്കടക്കാനുള്ള പറ്റുന്നുള്ള ഒരു ഇതിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഭാവിയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ സ്ഥലം ഓണാട്ടുകര എന്ന് പറയുന്ന പ്രദേശത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഓണാട്ടുകര എള്ള് ആണ് ഇന്ത്യയിലെ ഒന്നാമത്തെ എള്ള്. അത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ പ്രൊജക്റ്റ് അനുസരിച്ച് എള്ളിൻ്റെ എണ്ണ ഓയിൽ ക്യാപ്സൽ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അത് മുൻകൈയെടുത്ത് അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതായത് ഇവിടെ എല്ലാം എള്ള് കൃഷി ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ സ്ഥലമൊക്കെ കാട് പിടിച്ച്, എൻ്റെ സ്ഥലവും കണ്ടല്ലോ, കാട് പിടിച്ച് കിടക്കുന്നത് പിന്നെ എള്ള് കൃഷി ചെയ്ത്. അപ്പോൾ ആദ്യം റോ മെറ്റീരിയൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ കുറേശ്ശെ കൃഷി ചെയ്യുന്നുണ്ട്. ആ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ എണ്ണയെടുക്കാനും അതിനൊരു ഫാക്ടറിയോ അല്ലെങ്കിൽ അതിനെന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോണ് കിട്ടുന്നത് പിന്നെ എനിക്ക് കൃഷിക്കാണേലും ആവശ്യത്തിനനുസരിച്ച് ലോൺ കിട്ടുന്നില്ല. ലോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളും
എന്തുകൊണ്ട് എനിക്ക് കിട്ടിയിരുന്നില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. അത് ആരെങ്കിലും ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്താൽ ഈ ഓണാട്ടുകര മുഴുവൻ എള്ള് കൃഷി ചെയ്ത് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട്, അതായത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇതായിട്ട് വരുത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് സഹായം ആവശ്യമാണ്. പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി വളർന്ന് കുട്ടികൾക്ക് വേണ്ടി ചിൽഡ്രൻസ് പാർക്ക് പോലെയോ അങ്ങനെ ചെയ്യാനുള്ള ഒരു താല്പര്യം. ഇപ്പൊ ചോദിച്ചില്ലേ, എനിക്ക് ഏതാണ് ആദ്യം പറയേണ്ടതെന്ന് എനിക്ക് ഇതില്ല. എനിക്ക് ആദ്യം കുട്ടികളുടെ ഇത് തന്നെയായിരുന്നു. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പിന്നെ എന്താ പറയുക, ആറ്റിൽ കുളിച്ചതും അമ്പലത്തിൽ പോയി തൊഴുതതും കാവിൽ പോയി വിളക്ക് കത്തിക്കുന്നൊക്കെ അമ്മ പറയും ഇവിടെ പോയി കത്തി. അപ്പം അവിടെ മുഴുവൻ ഇഞ്ചയാണെന്ന് തോന്നുന്നു, അതിൻ്റെ മുള്ളൊക്കെ ഉണ്ട്. അപ്പം ആ മുള്ളൊക്കെ എൻ്റെ കാലിൽ ഉള്ളു. അപ്പം അന്ന് ഞാൻ കരുതി അമ്മയ്ക്ക് മുകളിൽ ഇത് സഹിക്കാൻ കഴിയില്ല, അതിനായി എന്നെ പറഞ്ഞയക്കുന്നതെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല മനസ്സിലായി. നമ്മുടെ ഒരു സംസ്കാരം അല്ലെ നമ്മുടെ ഒരു ജീവിത രീതി നമ്മളിലേക്ക് എത്തിച്ചു തരികയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ മക്കളെ അതൊന്നും കാണിച്ച് അല്ലെ കൊടുത്തോ വളർത്താൻ പറ്റിയിരുന്നില്ല. കാരണം ഞാൻ വെളിയിലായിരുന്നു. അത് അവരുടെ ജീവിതത്തിൽ വളരെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് മിസ്സാവാതെ ഇവിടെ നമുക്ക് ഇതൊരു കുട്ടികളുടെ പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനും കാവും കുളവും എന്താ പറയുക ട്രീ ഹൗസും, പിന്നെ അവർക്ക് തന്നെ കൃഷി ചെയ്യാൻ പറ്റും. ഇനി അവരുടെ ഐഡിയകൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് ചെയ്യാനുള്ളത് അവരെ കൊണ്ടുകൂടെ ചെയ്യിക്കത്തക്ക വിധത്തിലുള്ളത് ഒരു പാർക്ക് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ്റിലേക്ക് ഒരു പ്രൊജക്റ്റായിട്ട് ഞാൻ സമർപ്പിച്ചിരുന്നു. അത് ഇന്നൂടെ എന്തെങ്കിലും വരുന്നുണ്ടാവും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ നിന്ന് അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫിലും ഒക്കെ പോയി സെറ്റിൽ ചെയ്ത 2-3 ജനറേഷൻ കടന്നുപോയ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇവിടെ വന്ന് കാണണമെന്നും ഇവിടുത്തെ ജീവിതം ആസ്വദിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് ഒരാഴ്ചത്തെയോ 1 മാസത്തെയോ അല്ലെ അവിടെ അനുസരിച്ച് സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ട് വള്ളം, പിന്നെന്താ എൻ്റെ പല ഗെയിംസൊക്കെ ഉണ്ടല്ലോ, സ്പോർട്സ്, അപ്പോൾ അതൊക്കെ നടത്താനായിട്ടുള്ള ഒരു ആക്ച്വലി എനിക്ക് ഇവിടെ ഞങ്ങൾക്ക് നൂറിനാട് 2 പുഞ്ചയാണുള്ളത്, പെരുവേലിച്ചാലും കരിങ്ങാലിക്കുഞ്ചി. പെരുവേലിച്ചാലും കരിങ്ങാലിക്കുഞ്ചിയും കൂടെ അണ്ടർഗ്രൗണ്ടിലൂടെ കണക്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ്. അപ്പം മുമ്പേ ഗുഹയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നില്ലേ, ഗുഹയ്ക്ക് പകരം ടണൽ, അത് കുട്ടികളുടെ ഇതൂടെ ആയിട്ട് അതിപ്പോൾ അതിൽ ഇതൊക്കെ മൃഗങ്ങളെയോ ഇതൊക്കെ മത്സ്യങ്ങളെയോ ഇതൊക്കെ വളർത്താനൊക്കെ പറ്റും എന്നുള്ളത് ഇത് ഫാമിങ്ങിലൂടെ എന്തൊക്കെ ഫാമിങ് നടത്താമെന്നൊക്കെ ഉള്ളതും അതുമെല്ലാം ഇതായിട്ട് വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്നവരായാലും ഗൾഫിലുള്ളവരായാലും ഇവിടെയുള്ളവരായാലും നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വയ്ക്കുക. കാരണം ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, ഒരുപാട് പൈസ ഞാൻ എൻ്റെ നാളത്തേക്കൊന്നുള്ള വിധത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല. എനിക്ക് ഗവൺമെൻറ്റിൻ്റെ പെൻഷനോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് എനിക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ലോൺ എടുക്കുക എന്നുള്ളതാണ് എനിക്കൊരു രക്ഷാമാർഗമായിട്ടുള്ളത്. അപ്പോൾ ലോൺ എടുക്കുക, ഇൻട്രസ്റ്റ് കൊടുക്കുക, അതെപ്പോഴും തലവേദനയാണ്, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ ഇതൊക്കെ നോക്കി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു 5% അല്ലെങ്കിൽ 10% ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ അതിന് വേണ്ടിയിട്ട് HDFC ലൈഫിൽ ഞാൻ ഫൈനാൻസ് കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൂടെ ആൾക്കാർക്ക് പോളിസി എടുത്ത് കൊടുക്കുക, അത് പിന്നെ അവർക്കൊരു ജീവിതമാർഗമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ആർക്കെങ്കിലും പോളിസി ഫൈനാൻസ് കൺസൾട്ടൻ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുന്നതിൽ ഞാൻ തയ്യാറാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം പിന്നെ നമ്മൾ വളർന്നത് പഠിച്ചത്? ഞാൻ വളർന്നത് ആറ്റുതീരത്താണ്. അപ്പോൾ ആറുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമാണുള്ളത്. കാരണം ഒന്നാമത്തേത് ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ 5-6 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് തന്നെ ഒരു കടവുണ്ടായിരുന്നു. ഈ കെട്ടുവള്ളങ്ങളൊക്കെ വന്നിട്ട് സാധനങ്ങളൊക്കെ, അന്ന് ട്രാൻസ്പോർട്ട് അതുവഴിയാണല്ലോ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത്.
അപ്പോൾ അവിടെ അമ്മ എന്നെ മേളിലത്തെ ഇവിടെ ഇരുത്തിയിട്ട് അമ്മ താഴെ പോയി തുണിയൊക്കെ കഴുകിയിട്ട് കുളിപ്പിക്കാമെന്ന് പറയും. പക്ഷേ അമ്മ താഴെ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ഈ പടവ് ചാടി മറിഞ്ഞു വീണ് വെള്ളത്തിൽ വീണിട്ടുണ്ടാവും. അമ്മ എന്നെ പിടിച്ച് 4 അടിയൊക്കെ തന്നിട്ട് അവിടെ പിടിച്ചിരുന്നു. അത് എന്നുമുള്ള പരിപാടിയാണ്. അതിനൊരു അപ്പം അതുകൊണ്ട് അമ്മ എന്നെ അടിച്ചു അങ്ങനെയൊന്നും ഉള്ളതല്ല, അത് ഞാൻ എൻജോയ് ചെയ്യുകയായിരുന്നു. നീന്തൽ പഠിക്കാനും ഒക്കെ കുറച്ചായിട്ട് അത് നോക്കിയിരുന്നു. പക്ഷെ വള്ളത്തിൽ വരുന്നവരും അവരുമായിട്ടുള്ള സംസാരം അല്ലെ അവരുടെ അന്നത്തെ അത് വാണിജ്യമാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ മണിമലയാറ്റിലെ അവിടെ ഐക്യാട്ടം എന്ന് പറയുന്ന കടവിലാണ്, അതായത് നമ്മുടെ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന് പറയുന്ന എഴുത്തുകാരനുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അവിടുന്ന് കണ്ട ചാരമൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്തിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ എനിക്കെന്തോ എന്തായാലും പറയണ്ടേ അതറിയില്ല. കാരണം ഞാനും തൂത്തുകൂട്ടി ചാരമാക്കിയിരുന്നതാണല്ലോ. ഈ പുഞ്ചയിൽ ചാരമായിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ ചാരം ഇടുന്നില്ല, ഇവിടെ എല്ലാം കെമിക്കലാണ് ഇടുന്നത്. മനുഷ്യനെ കെമിക്കൽ തീറ്റി കൊല്ലാക്കൊല ചെയ്യുക. കൊല്ലുകയല്ല, ഒരു പ്രാവശ്യം ചാകുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇതങ്ങനെയല്ലല്ലോ കൊല്ലാക്കൊല ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഫാമിങ്ങിലൂടെയുള്ള ഒരു ഓർഗാനിക് ഫാമിങ്ങാണ്. അത് എന്തെല്ലാം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാലും ഈ പെരുവേലിച്ചാലിൽ കംപ്ലീറ്റ് ഓർഗാനിക് ഫെർട്ടിലൈസർ ഇട്ടിട്ട് കൃഷി ചെയ്യുന്നതായിരിക്കും. അത് കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ, മേലോട്ടായാലും താഴോട്ടായാലും. Local legend, local legend.